ഇഷ്ടംപോലെ വാർത്തകൾ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൃത്യം 9-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. 8 ദിവസം മാത്രമാണ് പൂർണ്ണമായി ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ എരിപൊരി പ്രചരണകാലം ആദ്യഘട്ടത്തിലുള്ള മണ്ഡലങ്ങളുടെ പരസ്യ പ്രചാരണം ഇന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെ പൂർണ്ണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വൈബിലേക്ക് രാജ്യം കടന്നിരിക്കുകയാണ്. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചു. നമ്മൾ ആദ്യ വാർത്തയിലേക്കാണ്. വടകരയിൽ അതിരുവിടുന്നു. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. അശ്ലീല പ്രചരണം നടത്തുന്നത് UDF ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വ്യാജ വീഡിയോ ഏത് പാർട്ടിക്കാർ പ്രചരിപ്പിച്ചാലും നടപടിയെടുക്കണമെന്ന് MLA-മാരായ KK രമയും ഉമാ തോമസും ആവശ്യപ്പെട്ടു. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് ലീഗ് ഭാരവാഹിയായ അസ്ലമിനെതിരെ കേസെടുത്തത്. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്നാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. വടകരയിലേത് നുണപ്രചാരണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലടി കൊണ്ട് ക്യാമറ വെക്കുന്ന ആളുകളാണ് CPM-കാർ. അത്രയൊന്നും കോൺഗ്രസും UDF ഒന്നും ഒരു കാലത്തും അതപ്പതിക്കില്ല. CPIM-ന്റെ ആരോപണം നിഷേധിച്ച KK രമ MLA കുറ്റം ചെയ്തത് ഏത് പാർട്ടി പ്രവർത്തകരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് CPM നേതാക്കന്മാരും LDF-ന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായ മണ്ഡലത്തിൽ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരിയും രാജ്നാഥ് സിംഗും പ്രചാരണം കൊഴുപ്പിച്ച് രംഗത്തുണ്ട്. 24 കോഴിക്കോട്. അപ്പോൾ അത് ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന സൈബർ അധിക്ഷേപമല്ല. ഇത് കേരളത്തിന് ഇത് പുതുമയല്ലാത്ത ഇലക്ഷൻ കാലത്തും അല്ലാതെ നമുക്ക് ഒരുപാട് തരം സൈബർ അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഓരോ നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന വൃത്തികെട്ട വാക്കുകൾ കേരളം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ സംസ്കാര ശൂന്യന്മാരെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നിമിത്തം കൂടിയാവട്ടെ ആ സംഭവം എന്നാഗ്രഹിക്കുകയുമാണ്. എന്തായാലും ജനവിധിക്ക് 9 നാൾ മാത്രം ശേഷിക്കെ സംസ്ഥാന നേതാക്കൾ തമ്മിൽ വാക്പോര് രൂക്ഷം. വാഗ്ദാനങ്ങൾ നൽകി പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ എപ്പോഴും പറ്റിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. CPIM-ന് RSS-ഉമായി ധാരണയുണ്ടെന്ന ആരോപണം ആവർത്തിക്കുന്നു പ്രതിപക്ഷ നേതാവ്. മാതൃകാ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി കേരള സർവകലാശാലയിൽ ഇടതനുകൂല സംഘടന നടത്താനിരുന്ന പരിപാടിയിൽ നിന്നും ജോൺ ബ്രിട്ടാസ് MPയെ VC വിലക്കി. പക്ഷേ ബ്രിട്ടാസ് MP സംസാരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പോര് കടുപ്പിച്ച് മുന്നണികൾ. മാസപ്പടി കേസിൽ ED പിടിമുറുക്കുന്നതിനിടെ BJP-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. രാജ്യം ഭരിക്കുന്ന BJP ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSS-ന്റെ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള സർവകലാശാലയിൽ ഇടതനുകൂല സംഘടന നടത്താനിരുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് MPയെ VC തടഞ്ഞത് വിവാദമായി. VC-യുടെ നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തി. VC-യുടെ പദവി എന്താണ് യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് ജനാധിപത്യം, ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് VC ആയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ധാർഷ്ട്യവും ദാസ്യവേലയും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇനിയും ഇറക്കാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി ഇന്ത്യ മുന്നണിക്കായി പ്രവർത്തിക്കുമെന്ന കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചായികാടൻ. ഞാനും ജയിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ BJP-ക്ക് ബദലായി ഒരു മതേതര സ്വഭാവമുള്ള മുന്നണി അധികാരത്തിൽ വരണമെന്നത് നമ്മുടെ ആവശ്യമാണ്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് V ഏനാദിമംഗലം വിമത സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട ദിവസം ആശുപത്രിയിലായതാണ് കോൺഗ്രസിന് വിനയായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
അപ്പോൾ കൊടിയ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ ഒരു തണുപ്പുള്ള വാർത്ത വരുന്നത് സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ സാധ്യത എന്നുള്ളതാണ്. അടുത്ത 3 ദിവസം പരക്ക മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ നാളത്തോടെ വേനൽ മഴ ശക്തിപ്പെട്ടേക്കും. വെള്ളിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് വരെ പ്രഖ്യാപിച്ചു. പ്രവചനമാണോ യഥാർത്ഥത്തിൽ മഴ പെയ്യോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം. എന്തായാലും വലിയ ഭീകരമായ മഴയല്ലാതെ അത്യാവശ്യം മഴ പെയ്യട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1ാം ഘട്ട പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. 102 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ബൂത്തിലേക്ക് എത്തുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഇതിനിടെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള പ്രചരണം മണിക്കൂറുകൾക്കകം അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് പ്രചരണം ഇന്ന് അവസാനിക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവനാഴിയിലെ എല്ലാ തന്ത്രങ്ങളും പ്രചരണ രംഗത്ത് പ്രയോഗിക്കുകയാണ് ഭരണപ്രതിപക്ഷ പാർട്ടികൾ. രാമനവമിയും രാമചിന്തയും രാജ്യത്ത് ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ വിലപ്പോവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലികളിൽ പങ്കെടുത്ത് പ്രഖ്യാപിച്ചു. അമേഠിയിൽ മത്സരിക്കാനുള്ള നിർദ്ദേശം കോൺഗ്രസ് അധ്യക്ഷൻ കൈക്കൊണ്ടാൽ അത് അംഗീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 180 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് കരുതുന്നതായും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. सीईसी मीटिंग हमारी पार्टी में सीईसी मीटिंग्स में ये डिसीजन लिए जाते हैं. बट पहला बीजेपी का क्वेश्चन, गुड क्वेश्चन, थैंक यू. തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളിലും അവസാന ദിവസം ശക്തമായ പ്രചരണമാണ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ ആദ്യഘട്ടത്തിൽ ബൂത്തിലെത്തുന്ന സീറ്റുകളിലും പ്രചരണം സജീവമാണ്. കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കമ്മീഷൻ വിലക്കി. BJP നേതാവ് ഹേമമാലിനിക്കെതിരായ പരാമർശത്തിൽ 48 മണിക്കൂർ നേരത്തേക്കാണ് വിലക്ക്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പരാമർശത്തെ കോൺഗ്രസ് തള്ളി. അമൂലിന്റെ പരസ്യത്തിന് ഇരുവരും ഉചിതമെന്നായിരുന്നു പരാമർശം. ഹിമന്ത് ബിശ്വ ശർമ്മ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ചു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം സമ്പൂർണ്ണമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം കമ്മീഷൻ പരിശോധിച്ച് ഇന്ന് തൃപ്തി രേഖപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. VCയുടെ വിയോജിപ്പ് മറികടന്ന് കേരള സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ പ്രഭാഷണ വേദിയിലേക്ക് ജോൺ ബ്രിട്ടാസ് എത്തിയിട്ടുണ്ട്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാർ ഇടതു ജീവനക്കാരുടെ സംഘടനയ്ക്ക് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കരുത് എന്ന നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം അവിടെ കുറച്ച് കോംപ്ലക്സ് ആവുന്നുണ്ട് കേട്ടോ. മറ്റൊരു വാർത്ത, മോൻസൻ മാവുങ്കലിൻ്റെ ഭാര്യ മോൻസി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. ചേർത്തല ട്രഷറർ ക്യൂ നിൽക്കുമ്പോഴായിരുന്നു മരണം. താലൂക്ക് ആശുപത്രിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പൂരം പ്രതിസന്ധി തൽക്കാലം ഒഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തിലെ പ്രതിസന്ധി ഒഴിഞ്ഞു. 2ാമത്തെ വിവാദ ഉത്തരവും സർക്കാർ പിൻവലിച്ചു. ആനകളുടെ റീവേരിഫിക്കേഷൻ സംബന്ധിച്ച് നിബന്ധനയാണ് ഒഴിവാക്കിയത്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കവുമായി. ആനകളുടെ പരിശോധനയ്ക്ക് വനംവകുപ്പിന്റെ വൻ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലായിരുന്നു ആനകളുടെ റീഫിറ്റ്നസ് നിർദ്ദേശം. ദിവസങ്ങൾ നീണ്ട പരിശോധന വേണ്ടിവരുമെന്നും ആനയെ വിട്ടുനൽകില്ലെന്നും ഉടമകൾ നിലപാടെടുത്തു. പിന്നാലെ ദേവസ്വങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെയാണ് മന്ത്രി കെ രാജൻ വനം മന്ത്രിയുമായി ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തിയത്. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായി ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല. പൂരപ്രേമികളും സംഘാടകരുമായി അതത് സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ധാരണ. വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധിക്കുന്നത് അപ്രായോഗികമെന്ന് വനം മന്ത്രിയും വ്യക്തമാക്കി. കൊടുത്ത നിർദ്ദേശത്തിൽ ഈ സർക്കുലറിലെ 12ാമത്തെ ഇനം പൂർണ്ണമായും പിൻവലിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഏതാനും മണിക്കൂറുകൾക്കകം ഇറങ്ങുന്നതാണ്. അതിനിടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. നാളെയാണ് പൂര വിളംബരം. 24 തൃശൂർ. ഇത്തവണത്തെ ഇലഞ്ഞിത്തറ മേളത്തിനൊരു പ്രത്യേകതയുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ ഇലഞ്ഞി പൂത്തുലഞ്ഞങ്ങനെ നിൽപ്പാണ്. പുരാവസ്യത്തിലേക്കുള്ള കുട്ടിക്കയറ്റത്തിനാണ് തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും മേളം. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്നത് ഇവിടെയാണ്. പതിവിലും വിപരീതമായി ഈ ഇലഞ്ഞി പൂത്ത് തളിർത്തു നിൽക്കുകയാണ്. അതിന് തൃശൂർക്കാർക്ക് ഒരു വിശ്വാസവുമുണ്ട്. പാറമേക്കാവ് ഭഗവതി ആദ്യം വന്നിരുന്നത് ഈ ഇലഞ്ഞിച്ചോട്ടിലാണ്.
ഇവിടെ നിന്നാണ് പാറമേക്കാവിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ ഇലഞ്ഞ് നല്ലോണം പൂത്താൽ ഇപ്രാവശ്യം പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വർഷത്തെ പൂരം അതിഗംഭീരമാവുമെന്നാണ് അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കായാണ് ഇലഞ്ഞിമരം. ഇതിനു ചുവട്ടിൽ പൂരനാളിൽ 2 മണിക്കൂറോളം ദൈർഘ്യത്തിൽ പാറമേക്കാവാണ് ഇലഞ്ഞിത്തറ മേളമൊരുക്കുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പാണ്ടിമേളം നടക്കുന്ന ഏക ക്ഷേത്രവും ഇതുതന്നെ. ക്ഷേത്രങ്ങളുടെ അകത്ത് കൊട്ടുന്ന ഏക പാണ്ടിമേളം വടക്കുംനാഥ ക്ഷേത്രത്തിൽ കൊട്ടുന്ന ഇലഞ്ഞിത്തറ മേളം മാത്രമാണ്. അത് എന്താ വെച്ചാൽ അസുരവാദ്യമാണ്, ദേവവാദ്യമാണ്, പഞ്ചാരിയാണ് കൊട്ടാറ്. ഇത് ഭഗവതി ഇവിടെ വന്ന് പാറമേക്കാവിലേക്ക് പോയി, അത് കാരണം ആ ഒരു ഐതിഹ്യത്തിൽ ഇവിടെ പാണ്ടിമേളമാണ് കൊട്ടാറ്. പൂരാവേശത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഇലഞ്ഞിത്തറ മേളത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. തൃശൂരിൽ നിന്ന് അബിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24. അസാധ്യമായ ചൂടും വെയിലൊക്കെ ആണെങ്കിൽ കൂടിയും ആ പൂരാവേശത്തെ ഏതെങ്കിലും തരത്തിലുള്ള വെയിലോ മഴയോ ഒന്നും ഒരു കാലത്തും തളർത്തിയിട്ടില്ല. ഇക്കുറിയും അത് വലിയ ആവേശത്തിൽ മുന്നോട്ടേക്കാണ് ഒരുക്കങ്ങൾ. വയനാട് സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ നടപടി. റേഞ്ച് ഓഫീസർ കെ നീതുവിനെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ദീപക് ധർമ്മടം. ദീപക്, ഈ കാട്ടുകൊള്ളയ്ക്ക് റേഞ്ച് ഓഫീസർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു, പങ്കുണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു റിപ്പോർട്ട്. സസ്പെൻഷൻ സ്വാഭാവിക നടപടി എന്ന് കരുതാവോ ദീപക്? വളരെ ഗുരുതരമായ വീഴ്ച വനം ഉദ്യോഗസ്ഥർ, അതായത് DFO മുതൽ വാച്ചർ വരെയുള്ള ഉദ്യോഗസ്ഥർ നടത്തി എന്നുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ വനം വിജിലൻസ് മേധാവി എൽ ചന്ദ്രശേഖരൻ കണ്ടെത്തിയിരുന്നു. ഡോക്ടർ എൽ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനം മന്ത്രിയും അതുപോലെ തന്നെ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കർശന നടപടിക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ പുട്ടപ്പ് ചെയ്ത് ആദ്യ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ആദ്യ സസ്പെൻഷൻ ഇപ്പോൾ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനാണ്. നീതുവിന് നേരിട്ട് ഈ സംഭവത്തിൽ നിയന്ത്രണം നടത്തേണ്ട ആളാണ്. പക്ഷേ നീതു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വനം കൊള്ള നടന്നത് എന്നുള്ളത് നേരത്തെ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. സർക്കാരിന് അത്തരം വിവരങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വടക്കേ മലബാറിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ AK ശശീന്ദ്രൻ വനമന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ആ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ സർക്കാരിന് കൈമാറിയ ഉടൻ തന്നെ നടപടിയിലേക്ക് പോകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീടിന് ജീവന് അപകടകമാവുന്ന 20 മരങ്ങൾ മുറിക്കാൻ വേണ്ടി പെർമിറ്റ് നൽകുന്നു. ആ പെർമിറ്റിന്റെ മറവിലാണ് 126 മരങ്ങൾ മുറിക്കുകയും കടത്തുകയും ചെയ്തത്. ഈ സമയത്തെല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തൽ. ദീപക്, നമ്മൾ തുടക്കം മുതൽ തന്നെ വളരെ ക്ലോസ് ആയി ഫോളോ ചെയ്ത് വരുന്ന അതിൻ്റെ എല്ലാ ബ്രേക്കിംഗ് നമ്മുടെ വാർത്ത തന്നെയായിരുന്നു. നമ്മളിപ്പോൾ അത്രത്തോളം കീനായി വാച്ച് ചെയ്യുന്നൊരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ഇതിൽ നീതുവിന് മാത്രമേ, റേഞ്ച് ഓഫീസർക്ക് മാത്രമേ പങ്കുള്ളൂ, അതിന് മുകളിലേക്ക് ആരുടെയെങ്കിലും അറിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണം പുരോഗമിക്കുമോ? അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ശുപാർശയുണ്ട്. അതുമുതൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും വാച്ചറും വരെയുള്ള 18 പേർക്കെതിരെയാണ് കൃത്യമായി അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അതിൽ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ വരെ ഉള്ളവർക്ക് നടപടിയുണ്ട്. പക്ഷേ ഏതൊക്കെ തലത്തിലാണ് നടപടികൾ എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം വരുന്നതേ ഉള്ളൂ. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഗവൺമെന്റ് തലത്തിലുള്ള ചില നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള ഫയലുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന്റെ കയ്യിൽ നിന്നും ആ ഫയൽ ഗവൺമെന്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം. ഏതായാലും പല തലങ്ങളിൽ പല രീതിയിലുള്ള നടപടികൾ 18 പേർക്കെതിരെയും ഉണ്ടാകും എന്നാണ് നമുക്ക് വനം ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഹാഷ്മി. ഓക്കെ, അപ്പം ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സുഗന്ധഗിരിയിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് പക്ഷേ അത്ര സുഗന്ധമില്ല. അപ്പോൾ കൂട്ടുനിന്നവർക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുന്നു, നല്ല കാര്യം. തിരുവനന്തപുരം പൊന്മുടി വനമേഖലയിലും അനധികൃത മരമുറി, 250-ലധികം ചെറുമരങ്ങൾ മുറിച്ചു കടത്തി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെത്തുന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്ന് പൊന്മുടി വനം സംരക്ഷണ സമിതി അംഗം T സെൽവരാജ് 24-നോട് പറഞ്ഞു. വിഷയത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. 24 എക്സ്ക്ലൂസീവ്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മേഖലയിലാണ് അനധികൃത മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും വാർഡനുമായ T സെൽവരാജാണ് മരം മുറിച്ചു കടത്തുന്നത് കണ്ടത്. ഇക്കഴിഞ്ഞ 13-ന് 2ാം വളവിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നായിരുന്നു മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചത്. സംരക്ഷിത മരങ്ങളടക്കം 250-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. പിന്നാലെ വാർഡനായ T സെൽവരാജ് റീജിയണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകി. സംരക്ഷണ മരമാണ് ഈ മൊത്തം, ഈ വനത്തിനകത്ത് നിൽക്കുന്നതെല്ലാം സംരക്ഷണ മരമാണ്. അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് റേഞ്ച് ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്വാഡിലെ RO വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ മൊഴിയൊക്കെ എടുത്ത് കാര്യങ്ങൾ കേസെടുക്കും. ഇത് ഒരു കാരണവശാലും വിടത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്നും ആക്ഷേപമുണ്ട്. പരാതിക്ക് പിന്നാലെ പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരങ്ങൾ എണ്ണിത്തുടങ്ങി. ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ 250ഓളം ചെറുമരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് സ്ഥിരീകരിച്ചു. ഉൾവനത്തിലുൾപ്പെടെ പരിശോധന തുടരുകയാണ്. 2 പേർക്കെതിരെ കേസെടുക്കാനും
വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരവുമുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ബഷീർ പറയുകയാണ് ഇത്തരം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം, സസ്പെൻഷൻ കൊണ്ട് കാര്യമില്ല എന്നും പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാർഡൻ, നമ്മുടെ ഒരു വാർഡൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരാതിയിലാണ് കേസ് നടപടി. അപ്പം ഏത് പോസ്റ്റ് എങ്ങനെയാണെങ്കിലും അനീതിക്കെതിരെ, കൊള്ളക്കെതിരെ ഒരാൾ എഴുന്നേറ്റ് നെഞ്ചും വിരിച്ച് നിന്നാൽ വീഴാവുന്ന കൊമ്പന്മാരേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. ഇവിടെ പോയിരുന്നൊരു വാർത്ത എന്താണെന്നറിയോ? CMRL MD ശശിധരൻ കർത്ത ഈട് ചോദ്യം ചെയ്യുന്നൊരു വാർത്ത വരുന്നുണ്ട്. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ 2 തവണ സമൻസ് അയച്ചിരുന്നു. അപ്പോൾ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് കർത്ത ഒഴിഞ്ഞു മാറിയിരുന്നു. വേണമെങ്കിൽ ചോദ്യാവലി അയച്ചു തന്നാൽ മറുപടി നൽകാം എന്നൊക്കെ പറഞ്ഞിരുന്നു CMRL. പക്ഷേ ഇപ്പോൾ നേരെ ചോദ്യാവലിയുമായി വീട്ടിലെത്തി ചോദ്യം ചെയ്യൽ, മൊഴിയെടുപ്പ് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ. അപ്പോൾ ആ കേസുമായി മുന്നോട്ടേക്കാണ് ഇടി. കൈത്താങ്ങുമായി 24. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയ ചരിത്രം എഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൗസെ ചിറ്റിലപ്പള്ളിയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവ് പകർന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ 100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്. അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. അപ്പോൾ വാർത്ത എന്നാൽ കേവലം നമ്മൾ ഇങ്ങനെ നിന്ന് യാന്ത്രികമായി വായിക്കുന്ന ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്തോ സംഗതി ഒന്നുമല്ല. അത് കരുതലാണ്, കരുണയാണ്, ചേർത്ത് പിടിക്കലാണ്. ഒരിക്കൽ കൂടി നമ്മൾ തെളിയിക്കുന്നു ആ 100 വീടുകളിലൂടെ. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത ED സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ്. 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കർത്ത ഹാജരാകാതെ ഇരുന്നത്. വിവരങ്ങളുമായി വിനിത ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി ചോദ്യാവലിയുമായി പോയി ചോദ്യം ചെയ്യുന്നു ED സംഘം. അത് സാധാരണമാണോ? എങ്ങനെ പുരോഗമിക്കുന്നു ചോദ്യം ചെയ്യൽ? വിനിത. ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആലുവ തോട്ടക്കാട്ടുകരയിലെ ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം CMRLന്റെ MD ആയ ശശിധരൻ കർത്തയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. ഈ 2 തവണയും നോട്ടീസിനോട് പ്രതികൂലമായിട്ടാണ് ശശിധരൻ കർത്ത പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. 2 തവണയും ഹാജരായിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പിന്നീട് CMRL ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തി ചില രേഖകൾ മറ്റും നൽകി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നും ശശിധരൻ കർത്ത പിന്നീട് കോടതിയിൽ നൽകിയ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ചോദ്യാവലി തയ്യാറാക്കി തരികയാണെങ്കിൽ അതിന് കൃത്യമായി മറുപടി നൽകാമെന്നും ശശിധരൻ കർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് വീട്ടിലെത്തിയാണിപ്പോൾ EDയുടെ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ CMRLന്റെ 3 ഉദ്യോഗസ്ഥരെയാണ്
തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഏതാണ്ട് 24 മണിക്കൂറുകളോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസവും 2 ഉദ്യോഗസ്ഥരെ കൂടി ED ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ IT വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരെയൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. മുൻ ക്യാഷ്യറായിട്ടുള്ള വാസുദേവനെയാണ് കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശിധരൻ കർത്തയെ ED ചോദ്യം ചെയ്യുന്നത്. ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന് CMRലുമായി ഉള്ള ആ ഇടപാടുകൾ എങ്ങനെയാണ്, ഈ ചെയ്യാത്ത സേവനത്തിന് 1,72,00,000 രൂപ CMRL വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് നൽകിയെന്നാണ് ഈ കേസിൽ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ EDയുടെ ഒരു അന്വേഷണവും നടക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകൾ അത് ഏത് തരത്തിലാണ് നടന്നിട്ടുള്ളത്, ഒപ്പം തന്നെ ഈ കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ CMRലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ആവശ്യപ്പെട്ട രേഖകൾ CMRL ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിലവർ ഒരു പരിഹാരമായി അവർ പറയുന്നത് ഈ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് CMRL EDയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ ആദായ നികുതി വകുപ്പ് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതാണ്. ആ രേഖകൾ ഇനിയും ഹാജരാക്കേണ്ടതില്ല എന്നൊരു വാദമാണ് CMRL ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് EDയുടെ ഈ നിർണായകമായിട്ടുള്ള നീക്കം. ഇപ്പോൾ ആലുവയിലെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നത്. വിനിത, ഇത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊടുത്ത പൈസ മാത്രമല്ല, വിവിധ വ്യക്തികൾക്കും കമ്പനികൾക്കുമായി 135 കോടി ഇടപാട് നടത്തി എന്നുള്ളതായിരുന്നു EDയുടെ കണ്ടെത്തൽ. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ശശിധരൻ കർത്തയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ചോദിച്ചറിയുക എന്നുള്ളതാണ് ED ലക്ഷ്യം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ചെയ്യാത്ത സേവനത്തിന് നൽകിയിരിക്കുന്ന ഈ തുക, ആ തുക നൽകിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ, ആ തുകയിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ ED അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുകയും അതിന്റെ കൃത്യമായിട്ടുള്ള നിയമാവലികളൊക്കെ പാലിച്ചുകൊണ്ടാണോ ആ ഇടപാടുകൾ നടന്നിട്ടുള്ളതെന്നൊക്കെ പരിശോധിക്കുകയും ചെയ്യും. അത്തരത്തിലേക്കുള്ള പരിശോധന കൂടിയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകളൊക്കെ നേരത്തെ തന്നെ ഹാജരാക്കണമെന്നൊക്കെ ED ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ, സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ, കൃത്യമായി ഈ ആദായ നികുതി നൽകുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ നൽകണമെന്നായിരുന്നു ED ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ രേഖകളും ഈ CMRL നൽകിയിട്ടില്ല എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒപ്പം തന്നെ ഈ എക്സാലോജിക്കുമായോ അല്ലെങ്കിൽ ഇങ്ങനെ പണം നൽകിയ കമ്പനികളുമൊക്കെയായുള്ള ഇടപാടുകൾ അത് ഹാജരാക്കാൻ കഴിയില്ല എന്നും IT ചട്ടപ്രകാരം അത് രഹസ്യമാക്കി തങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെന്നൊക്കെയാണ് അവർ നൽകിയിരുന്ന ആ കത്തിൽ ഒരു വിശദീകരണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 തവണ ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയിരുന്നു. ഈ 2 തവണയും നേരിട്ടെത്താൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും ശശിധരൻ കർത്ത വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീട്ടിലേക്ക് ED സംഘം എത്തിയിരിക്കുന്നത്. യെസ്, വിനിത വിജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കുന്നു ED. തെരഞ്ഞെടുപ്പ് കാലമാണ്, രാഷ്ട്രീയ വേട്ട എന്നാരോപിക്കുന്നുണ്ട് CPM. സ്വാഭാവികമായും അത് പ്രതിപക്ഷം രാജ്യത്തിൻ്റെ എമ്പാടുമുള്ള നിലപാടാണ്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് ഹാജരാകാതിരുന്ന കർത്തായുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയി ED ഇപ്പോൾ ചോദ്യാവലിയുമായി പോയി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കുന്നു ED. എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ ED ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ കഴിയില്ലെന്ന് CMRL പറയുന്നു. മാസപ്പടി വിവാദം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായുള്ള ഇടപാട് രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന CMRL. രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതാണ്. ഈ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്നും CMRL EDയെ അറിയിച്ചു. അതേസമയം ED ആവശ്യപ്പെട്ട മറ്റു രേഖകൾ CMRL ഹാജരാക്കി. CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ ഇന്നും EDക്ക് മുന്നിൽ ഹാജരായി. ചില രേഖകൾ കൈമാറാനാണ് എത്തിയത്. ED ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നതെന്നും മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം, അതിൻ്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPIM നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് ED നീക്കം. വരും ദിവസങ്ങളിൽ ഇവർക്ക് നോട്ടീസ് നൽകി വിളിച്ചുവരുത്തും. ഉദ്യോഗസ്ഥർ നൽകിയ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധിച്ചു വരികയാണ്. 24 കൊച്ചി. ദാശ ഇവിടെ പറയുന്നുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി, ഞാനും ഒരു വീടിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ്. കൊടുക്കാനുള്ള മനസ്സിന് ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. ഉറപ്പായും കിടപ്പാടം എന്നുള്ളത് എത്രയോ പേരുടെ ജീവിതകാലത്തെ മുഴുവൻ സ്വപ്നമാണ്. ആ സ്വപ്നം പരിഹരിക്കാൻ
ഉള്ള നീക്കങ്ങൾ 24 കണക്ട് എന്ന് പറഞ്ഞാൽ ഒരു പരിധി നമുക്ക് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കൽ നടക്കുന്നില്ലെങ്കിലും ഒരു പരിധി വരെയെങ്കിലും ആ സ്വപ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ 24 കണക്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. ഗൾഫിൽ ദുരിതമഴ. UAE അതിശക്തമായ മഴയ്ക്ക് ശമനമില്ല. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ദുബായ് മെട്രോ സർവീസും മുടങ്ങി. വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയുമാണ്. 75 വർഷത്തിനിടെയുണ്ടായ റെക്കോർഡ് മഴയിൽ UAE ജനജീവിതം താറുമാറായി. മഴയിൽ ദുബായ് എയർപോർട്ട് റൺവേയിൽ വെള്ളം കയറിയതിനാൽ ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. വിമാന സർവീസുകൾ സാധാരണ നിലയിലാകാൻ സമയമെടുക്കുമെന്നാണ് ദുബായ് എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് എയർലൈൻ ദുബായിൽ നിന്ന് യാത്രക്കാർക്കുള്ള ചെക്ക് ഇൻ ഇന്ന് അർദ്ധരാത്രി വരെ നിർത്തിവെച്ചു. ദുബായിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിലേക്കുള്ള 3 വിമാനങ്ങളും ഷാർജയിലേക്കും ദോഹയിലേക്കുമുള്ള ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. UAE പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഷാർജയിൽ വൈദ്യുത ബന്ധം തകരാറിലായി. മഴയെ തുടർന്ന് ഒരു മരണമാണ് UAE റിപ്പോർട്ട് ചെയ്തത്. വാദി ഇസ്ഫാനിയിലാണ് മലവെള്ളപ്പാച്ചിൽ കുടുങ്ങി 40 വയസ്സുകാരനായ UAE സ്വദേശി മരിച്ചത്. ദുബായിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ്സുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ നിർത്തിവച്ചിരിക്കുകയാണ്. റോഡിലെ വെള്ളത്തിലകപ്പെട്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 24 ദുബായ്. സംസ്ഥാനത്തും വേനൽമഴ സജീവമാകാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ വേനൽമഴ ശക്തിപ്പെട്ടേക്കും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചെയ്യുന്നു. അലക്സ്, കടുത്ത മഴ അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല മഴ പെയ്യട്ടെ. അങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് താപനിലയിൽ ഈ കൊടും ചൂടിന് ഒരു ശമനം ഉണ്ടാകും എന്ന് കരുതാവോ? ഹാഷ്മി, ചൂട് അങ്ങനെ ഉയർന്നു തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതോടൊപ്പം വേനൽ മഴയ്ക്ക് കൂടെ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അത് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും എന്നും പ്രവചനമുണ്ട്. ഇന്ന് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇന്നും നാളെയും ഒന്നും പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എങ്കിലും അതിന്റെ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നാളത്തേക്ക് ശേഷം വടക്കൻ കേരളത്തിൽ വേനൽ മഴ ശക്തിപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അത് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒപ്പം താപനില മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, മലപ്പുറത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. നല്ല മഴ, അടുത്ത ദിവസങ്ങളിൽ നല്ല മഴയാണ് പ്രവചിക്കുന്നത്. മഴ പെയ്യട്ടെ. പക്ഷേ അങ്ങനെ മഴ പെയ്യുമ്പോഴും ഈ കാലാവസ്ഥ ചൂട് കുറയാൻ വലിയ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ നാട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി, അപ്പോൾ ആ കരിക്ക് ഒരു ചേച്ചി പറഞ്ഞാണ്, പെയ്യുമ്പോൾ നല്ല തണുക്ക പെയ്തില്ലെന്നുണ്ടെങ്കിൽ ചൂട് കൂടുന്നു മാത്രമല്ല മറ്റു ചില അസുഖങ്ങൾ കൂടി പൊട്ടിപ്പുറപ്പെടുന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞ് പേടിപ്പിച്ചത്. എന്തായാലും മഴ പെയ്യും. വെൽക്കം ബാക്ക്. ഇവിടെ പ്രേക്ഷക സമയം ഇപ്പോൾ 1:41:47 ഇവിടെ ശ്രീവിദ്യൻ പറയുകയാണ്, മഴമേഘങ്ങളിൽ ഉപ്പ് വിതറി കൃത്രിമ മഴ പെയ്ച്ചു, ഇപ്പോൾ പെരുമഴ, പ്രകൃതിയെ ദ്രോഹിച്ചാൽ പ്രകൃതിയും ക്ഷോഭിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഉണ്ടോ? ഉപ്പ് വിതറിയൊക്കെ മഴ പെയ്ച്ചാൽ ദുബായിൽ പെയ്യുന്നതിലൊക്കെ വലിയ മഴ ഉണ്ടാവും? വെറുതെ പറയുന്നതാവില്ലേ? കേരളത്തിന് വിഷുക്കൈ നീട്ടമായി ഡബിൾ ഡക്കർ ട്രെയിൻ. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ പരീക്ഷണയോട്ടം നടന്നു. റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡക്കർ AC ചെയർ കാർ ട്രെയിനാണിത്. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടം നടന്നു. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാകും സർവീസ്. നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണുക കൂടിയാണ് ലക്ഷ്യം. ഞാനിപ്പോൾ ഉള്ളത് മുകളിലത്തെ ഡക്കിലാണ്. ഇവിടുത്തെ ചെയർ കാറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC കമ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ഒരു സുഖാനുഭവം ആളുകൾക്കുണ്ടാകും. ഇന്ന് രാവിലെ 8-ന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ 10:45-ന് പാലക്കാട് ടൗണിലും 11:05-ന് പാലക്കാട് ജംഗ്ഷനിലും എത്തി. പൊള്ളാച്ചിയിൽ പരീക്ഷണയോട്ടം അവസാനിപ്പിച്ചു. ബുധനാഴ്ചകളിൽ ഉദയ് എക്സ്പ്രസിന് സർവീസ് ഇല്ലാത്തതിനാലാണ് പരീക്ഷണയോട്ടത്തിന് ഈ ദിവസം തെരഞ്ഞെടുത്തത്. ദക്ഷിണ റെയിൽവേയുടെ സേലം, പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണയോട്ടം നടത്തുന്നത്. ഡബിൾ ഡക്കർ ട്രെയിനിന്റെ സമയക്രമം നിലവിൽ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ട്രെയിൻ പാലക്കാട്ടെ യാത്രക്കാർക്കടക്കം വലിയ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ.
രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പൂർണ്ണ ഗർഭിണിക്ക് കൃത്യമായ പരിചരണം നൽകാത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതിന് അന്വേഷണത്തിന് ഉത്തരവിട്ട് DMO. അഡീഷണൽ DMOയ്ക്കാണ് അന്വേഷണ ചുമതല. 24 ആണ് ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. 24 ഇംപാക്ട്. സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കോഴിക്കോട് പുതുപ്പാടിയിലെ ഗിരീഷ് ബിന്ദു ദമ്പതികൾ കടന്നുപോകുന്നത്. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ കുഞ്ഞാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് മരിച്ചത്. ഗൈനക്കോളജിസ്റ്റ് ഇല്ലെന്ന കാരണം പറഞ്ഞാണ് ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നിർദ്ദേശിച്ചത്. അടിവസ്ത്രം വലിച്ചുകെട്ടിയാണ് തന്നെ കോഴിക്കോട്ടേക്ക് അയച്ചതെന്നാണ് ബിന്ദുവിന്റെ പരാതി. ഇതാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയ ക്ഷതത്തിന് കാരണമെന്നാണ് ആരോപണം. തലയ്ക്ക് ക്ഷതമേറ്റ കുഞ്ഞ് 4 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത്. ഈ പരാതിയിലാണ് DMO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അഡീഷണൽ DMO ഡോക്ടർ T മോഹൻദാസിനാണ് അന്വേഷണ ചുമതല. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വടകര റൂറൽ SP-ക്കും ബിന്ദു പരാതി നൽകി. നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ദമ്പതികളുടെ തീരുമാനം. 24 കോഴിക്കോട്. ഇറാനെതിരെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ്. ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി ഹേഴ്സി ഹാലേവിയുടെ പ്രഖ്യാപനം. ഇറാന് പുറമെ സിറിയ, ലെബനൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നിരിക്കെ വലിയ യുദ്ധമായി പശ്ചിമേഷ്യയിലെ സംഘർഷം പരിണമിച്ചേക്കും. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഒപ്പം നിൽക്കില്ലെന്നാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിലപാട്. ഇസ്രായേൽ ആക്രമിച്ചാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളെയും പിന്തിരിപ്പിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ശ്രമം തുടരുകയാണ്. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതി ശേഷി കുറയ്ക്കാനും ഡ്രോൺ മിസൈൽ പദ്ധതി നിഷ്പ്രഭമാക്കുന്ന ഉപരോധങ്ങൾക്കുമാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. നിലവിൽ ഇറാന്റെ ആണവ പദ്ധതി, പ്രതിരോധം, ബാങ്കുകൾ എന്നിവയ്ക്കെതിരെ അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുകയുമാണ്. അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. 2020 ലോകകപ്പിൽ ടീം ഇന്ത്യയുടെ ഓപ്പണർമാരായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ജോഡിയെ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. റിയാൻ പരാഗ് ടീമിലെത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ അനിൽ വാസ്തവ. അനിൽ, മിഡിൽ ഓർഡറിൽ അത്യാവശ്യം നല്ല കളിക്കാരുണ്ട്. ടോപ്പ് ഓർഡറിൽ ചെറിയ ദൗർബല്യമുണ്ടെന്ന് ആരോപണമുണ്ട്. അപ്പോൾ ആരോപണം അല്ലെങ്കിൽ ഒന്ന് മാറ്റി പരീക്ഷിച്ചേക്കാം എന്ന് കരുതുന്നതാണോ? അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? ഹാഷ്മി, ലോകകപ്പിൽ കോഹ്ലി ഉണ്ടാകുമോ എന്ന കാര്യത്തിലായിരുന്നു ആദ്യം ഒരു തർക്കമുണ്ടായിരുന്നത്, സംശയമുണ്ടായിരുന്നത്. പക്ഷേ അതിനിപ്പോൾ ഒരു വ്യക്തത വരുത്തുകയാണ്. കോഹ്ലി കളിക്കാനുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം തന്നെ കോഹ്ലിയെ ടോപ്പ് ഓർഡറിൽ, അതായത് ഓപ്പണറുടെ സ്ഥാനത്ത് തന്നെ പരീക്ഷിക്കും എന്നാണ്. കോഹ്ലി സ്ഥിരമായി കളിക്കുന്നത് 1 ഡൗണിലാണ്. പക്ഷേ ഈ IPL-ലൊക്കെ തന്നെ RCBക്കായി ഓപ്പണറായിട്ടാണ് ഇറങ്ങുന്നത്. ഏറ്റവും മികച്ച റെക്കോർഡ് തന്നെയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ റൺസ് കോഹ്ലിയുടെ പേരിലാണ്, 361 റൺസ്. ഓറഞ്ച് ക്യാപ്പിനായുള്ള ആ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് കോഹ്ലിയാണ്. അതുകൊണ്ട് കോഹ്ലിയെ എന്തുകൊണ്ട് ഓപ്പണിങ്ങിൽ പരീക്ഷിച്ചേക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ടീം മാനേജ്മെൻറ്റ്. ഒപ്പം തന്നെ ജയ്സ്വാളിൻ്റെ മോശം ഫോമും ഇതിന് കാരണമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ജയ്സ്വാൾ സമീപകാലത്ത് ഉജ്ജ്വല ഫോമിലായിരുന്നു. പക്ഷേ IPL-ലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ടോട്ടൽ സ്കോർ 100 പോലും കടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ കോഹ്ലിയെ ഒന്നുകൂടി ഒരു സ്ഥാനം കയറ്റി ഓപ്പണിങ്ങിൽ ഇറക്കി രോഹിത് കോഹ്ലി, ഇന്ത്യയുടെ 2 സീനിയർ താരങ്ങളെ ഓപ്പണിങ്ങിൽ ഇറക്കാം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു റിസ്ക് കൂടിയുണ്ട്. കോഹ്ലിക്കെതിരെ വലിയ വിമർശനം ഈ IPL-ലെ ടോപ്പ് റൺ ഗട്ടർ ആവുമ്പോഴത്തേലും അദ്ദേഹത്തിൻ്റെ മെല്ലെപ്പൊക്കിനെ കുറിച്ചാണ്. 138 മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ്. അങ്ങനെ ഒരു താരത്തെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യ അത് വലിയൊരു റിസ്ക് എടുക്കുകയായിരിക്കും എന്നാണ് വിമർശകർ പറയുന്നത്. കാരണം ഇന്ത്യക്ക് ആവശ്യം, പുതിയ കാലത്ത് ആവശ്യം ഏറ്റവും വേഗത്തിൽ റൺസ് അടിച്ച് കയറ്റുക. പവർ പ്ലേയിൽ ഒരു 70 അടുത്തെങ്കിലും റൺസ് വന്നാലാണ് ഇന്ത്യക്ക് ബാക്കി ഓവറുകൾ കൂടി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. പക്ഷേ കോഹ്ലിയെപ്പോലെ ഒരു താരത്തെ ഇങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യക്ക് തിരിച്ചടിയായേക്കാം എന്നുള്ള ഒരു വിമർശനവും വരുന്നുണ്ട്. നേരത്തെ ജയ്സ്വാളാണ്. ജയ്സ്വാളിനാകട്ടെ 160 അത്രയ്ക്ക് സ്ട്രൈക്ക് റേറ്റുകളുണ്ട്. മറ്റ് പ്രധാന തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് ഈ IPL-ൽ ഉജ്ജ്വല പ്രകടനം നടത്തുന്ന റിയാൻ പരാഗിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിൽ ഇടം വേണമെങ്കിൽ ബൗളിങ്ങിൽ കൂടി ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ആവശ്യമാണ് ടീം മാനേജ്മെന്റ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇങ്ങനെയൊരു യോഗം ഉണ്ടായിരുന്നത്. അതിലെ സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹാഷ്മി, സഞ്ജു സാധാ ലിസ്റ്റിലുണ്ടോ? സഞ്ജു ടീമിൽ ഇടം പിടിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിന് ഇപ്പോൾ ഈ ടോപ്പ് റൺ ഗട്ടർമാരുടെ പട്ടികയിലുണ്ട്. ഏറ്റവും മികച്ച ടൂർണമെന്റ് തന്നെയാണ് സഞ്ജു ഇപ്പോൾ IPL കളിക്കുന്നത്. 3 അർദ്ധ സെഞ്ചുറി അടക്കം സഞ്ജു 300 റൺസിനോട് അടുക്കുകയാണ്. അതുകൊണ്ട് സഞ്ജു
ടീമിൽ വരുമെന്നാണ് നിലവിലെ സാധ്യതകൾ നോക്കുന്നത്. പക്ഷേ ഋഷഭ് പന്തിന് അവസരം കൊടുത്ത് ഇഷാനും കൂടി അവസരം കൊടുക്കുകയാണെങ്കിൽ സഞ്ജു ഒരിക്കൽ കൂടി നിരാശപ്പെടേണ്ടി വരും. അത് ടീം മാനേജ്മെന്റിനൊക്കെ വലിയ ചീത്തവിളി കേൾക്കാനുള്ള ഒരു വകയൊരുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ചിത്രം ഇന്ന് തെളിയും. ക്വാർട്ടർ രണ്ടാം ഭാഗത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാദ്രിദിനെയും ബയൺ മ്യൂണിക് ആഴ്സണലിനെയും നേരിടും. 2 മത്സരങ്ങളും രാത്രി 12:30-ക്കാണ്. അടിയും തിരിച്ചടിയും കണ്ട ക്വാർട്ടർ ഫൈനൽ ഒന്നാം പാദം. സമനില കെട്ടുപൊട്ടിച്ച സെമിയിലേക്ക് മുന്നേറാൻ ഇനി ജീവൻ മരണ പോരാട്ടങ്ങൾ. സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന ആദ്യ പാദത്തിൽ 3 ഗോൾ വീതമടിച്ചാണ് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും പിരിഞ്ഞത്. രണ്ടാം പാദം സ്വന്തം കാണികൾക്ക് മുന്നിൽ നടക്കുന്നതിന്റെ ആനുകൂല്യമുണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക്. കഴിഞ്ഞ സീസണിന്റെ സെമിയിൽ ആദ്യ പാദം 1-1 പിരിഞ്ഞതിന് ശേഷം രണ്ടാം പാദത്തിൽ എതിരില്ലാത്ത 4 ഗോളിന് റയലിനെ തകർത്ത ഓർമ്മകളും സിറ്റിക്ക് കരുത്തേകും. കണക്ക് തീർക്കാൻ 14 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ള റയൽ മാഡ്രിഡ് കൂടിയെത്തുമ്പോൾ എത്തിഹാദ് സ്റ്റേഡിയത്തിലെ പച്ചപ്പുല്ലിന് തീ പിടിക്കും. ആദ്യ പാദത്തിൽ 2 ഗോൾ വീതമടിച്ച് പിരിയുകയായിരുന്നു ആഴ്സണലും ബയൺ മ്യൂണിക്കും. ജർമ്മൻ ലീഗിലെ 11 സീസൺ നീണ്ട അപ്രമാദിത്വത്തിന് അന്ത്യമായതോടെ ബയേണിന്റെ ഇനിയുള്ള പ്രതീക്ഷകളെല്ലാം ചാമ്പ്യൻസ് ലീഗിലാണ്. 2009-10 സീസണിന് ശേഷം ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ സെമി ലക്ഷ്യമിട്ട ആഴ്സണൽ കൂടിയെത്തുമ്പോൾ അലയൻസ് അരീനയിൽ ആവേശം അണപൊട്ടും. സ്പോർട്സ് ഡെസ്ക് 24. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ മാസപ്പടി കേസിൽ CMR MD ശശിധരൻ കർത്തയെ ED സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ്. അത് പുരോഗമിക്കുന്നു. 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹാജരാകാതെ ഇരുന്നത്. വിനിത വിജി ഒരിക്കൽ കൂടി ആലുവയിൽ കർത്തയുടെ വസതിക്ക് മുൻപിൽ നിന്നാണ് ചേരുന്നത്. വിനിത, ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളാവുന്നില്ലേ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട്? ഹഷ്മി, 1:30 കൂടിയാണ് കൊച്ചിയിലെ ED ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഞാനിപ്പോൾ നിൽക്കുന്ന ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. EDയുടെ വാഹനം വീടിന് മുൻപിൽ തന്നെയാണുള്ളത്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ വീട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. കർത്തയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 1:30 കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ശശിധരൻ കർത്തയ്ക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 2 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും 2 തവണയും കർത്ത ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി അയച്ചു തന്നാൽ അതിന് മറുപടി നൽകാമെന്നും CMRL കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം നേരിട്ടിപ്പോൾ കർത്തയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. CMRLലെ 3 ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 24 മണിക്കൂറോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പിന്നീട് 2 ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യുകയും ഇപ്പോഴിതാ കർത്തയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയെങ്കിലും നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉദ്യോഗസ്ഥരിൽ ചിലർ ഇപ്പോഴും ആ വീട്ടിനുള്ളിൽ തന്നെയാണുള്ളത്. അവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ചില രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. കാരണം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ചില രേഖകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എക്സാലോജിക്കുമായിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ, ഒപ്പം തന്നെ കരാർ രേഖകൾ, ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളൊക്കെ നൽകണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ചില രേഖകളൊക്കെ CMRL EDക്ക് കൈമാറിയിരുന്നുവെങ്കിലും ഈ പ്രധാനപ്പെട്ട രേഖകൾ, അതായത് എക്സാലോജിക്കുമൊക്കെയായുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് കാണിച്ചുകൊണ്ട് അവർ EDക്ക് മറുപടി നൽകിയിരുന്നു. ഈ രേഖകൾ നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് പരിശോധിച്ചതാണെന്നും ഇനി രേഖകൾ നൽകേണ്ടതില്ല എന്നുമായിരുന്നു അവർ ഒരു നിലപാടെടുത്തത്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ആലുവയിലുള്ള തോട്ടക്കാട്ടുകരയിലുള്ള കർത്തയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ആ വാഹനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആ വീട്ടിനുള്ളിൽ തന്നെയാണുള്ളത്. അവർ കർത്തയെ ചോദ്യം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെയായിരിക്കും കർത്തയിൽ നിന്ന് ചോദിച്ചറിയുക. ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഹാഷ്മി. വിനിത വിജിയാണ് ആലുവ തോട്ടക്കാട്ടുകരയിലെ ശശിധരൻ കർത്തയുടെ വീടിന് മുന്നിൽ നിന്ന് ED ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ, വിവരങ്ങൾ നൽകിയത്. സെറിബ്രൽ പാൾസി അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ 922 റാങ്ക് നേടിയതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് കീഴരൂർ സ്വദേശി AK ശാരിക. ചിത്രശലഭം പദ്ധതിയിലൂടെയായിരുന്നു പരിശീലനം. പരിമിതികൾ ആഗ്രഹങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ശാരിക എന്ന ഈ കൊച്ചുമിടുക്കി. ജന്മന സെറിബ്രൽ പാൾസി ബാധിച്ചതാണ്. പക്ഷേ ചക്രക്കസേരയിൽ ഒതുങ്ങാൻ ഇവൾ തയ്യാറായിരുന്നില്ല. തന്റെ ശാരീരികാവസ്ഥ വെച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് സാധിക്കാതെ പോയി.
പിന്നീടാണ് ഡോക്ടർ ജോബിനസ് കൊട്ടാരം ആരംഭിച്ച ചിത്രശലഭം എന്ന പരിശീലന പദ്ധതിയെപ്പറ്റി അറിഞ്ഞത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ആബ്സല്യൂട്ട് IAS അക്കാദമിയിൽ ചേർന്നു. ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ്. ഞാൻ അവർ ക്ലാസ്സിൻ്റെ ടൈമിൽ ഇവിടെ തന്നെ ഫോണിൽ കേൾക്കുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ടൈമിൽ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഡിസബിലിറ്റി എന്നല്ല, അബിലിറ്റിയാണത്, ഡിസബിലിറ്റി അല്ല. അപ്പോൾ അതൊന്നും ഒന്നിനൊരു തടസ്സം ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നവർ പാഠമാക്കേണ്ടതാണ് ശാരികയുടെ ഇച്ഛാശക്തി. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി പരാതി പറയുന്ന നമ്മളുടെ എല്ലാവർക്കും വലിയ ഊർജ്ജമാവേണ്ട, പ്രചോദനമാവേണ്ട ഒരു വാർത്ത കൂടിയാവുന്നത്. അപ്പോൾ നമ്മുടെ ആ പ്രചോദന വാർത്തയോടുകൂടി നമ്മുടെ വാർത്തയാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ